മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിത ദുരിതങ്ങൾക്ക് കാരണമായിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ആഴങ്ങളുള്ള ഷേഡോസ്, നിഴലുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ജീവിതത്തിൽ ചില ദുരിതങ്ങൾ ഉണ്ടാവുന്നു, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, അല്ലെ രോഗങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക ദുരിതങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു, പെട്ടെന്ന് ഉണ്ടാവുന്നു. ഇതിനെല്ലാം കാരണമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഷേഡോസ് അതേതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കർമ്മ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫ് ലവ് കൂടുതൽ. അപ്പോൾ എല്ലാ ഷേഡോസിന്റെ അടിസ്ഥാനം ഫിയർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഫിയർ ആണ് നമ്മുടെ എല്ലാ ഷേഡോസിന്റെ ഉള്ളിൽ ഒരു അടിസ്ഥാനം, അല്ലെ ഒരു ഗ്രീഫാണ് ഷേഡോസ് ആയിട്ട് നിൽക്കുന്നത്. ഫിയർ ആണ്. നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഷേഡോസ് ഏതാണ്, എത്രയുണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കും. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒരു വെളിച്ചം വീശാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. നമുക്ക് സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും നമ്മളെ തന്നെ നർച്ചർ ചെയ്യാൻ, നമ്മളെ തന്നെ പോഷിപ്പിക്കാനും നമുക്ക് പറ്റുന്നു. ഈ കർമ്മലോ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രപഞ്ചത്തിന് ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ടെന്നും, ഏതൊരു ക്രിയേഷൻ ആയാലും പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്. ആ ഡിവൈൻ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏതൊരു ജീവിക്കും, ഏതൊരു ജീവനും, ഏതൊരു ക്രിയേഷനും ഒരു ഡിവൈൻ പ്ലാൻ ഉള്ളതുപോലെ നമുക്കും ഏറ്റവും ബെറ്റർ ആയൊരു പ്ലാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള, നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് നമ്മൾ കർമ്മ നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ആ ഡിവൈൻ പ്ലാനുമായിട്ട് നമുക്ക് നന്നായിട്ട് അലൈൻമെന്റ് ചെയ്യാൻ പറ്റും. ആ ഡിവൈൻ പ്ലാനുമായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ദുരിതങ്ങൾ എന്ന് പറയുന്നത്. ഡിവൈൻ പ്ലാനുമായിട്ട് നമുക്ക് കൂടുതൽ അലൈൻമെന്റ് ചെയ്യാൻ പറ്റും ഈ നോളജ് കിട്ടുന്നതോട് കൂടിയിട്ട്. പിന്നെ അത് കൂടാതെ നമ്മളിലുള്ള അപ്പർ ചക്രാസ്, ലോവർ ചക്രാസ്, അതേപ്പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കും. ഞാനത് സംക്ഷിപ്തമായിട്ട് പറയാണ്. അപ്പർ ചക്രാസ് നമ്മളുടെ ദൈവികാംശവും, ലോവർ ചക്രാസ് നമ്മളുടെ ഭൗതികാംശവും, മിഡിൽ ചക്ര നമ്മളുടെ മനുഷ്യ ഹൃദയ ചക്ര നമ്മുടെ മനുഷ്യാംശമാണ്. ഇത് മൂന്നും തമ്മിൽ ഒരു അലൈൻമെന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം സമഗ്രമായി വിഭജിക്കപ്പെട്ടു. അത് നമുക്ക് സമഗ്രമാക്കാൻ നമുക്ക് പറ്റും. ഇത് നമ്മൾ കർമ്മ നിയമങ്ങൾ പഠിക്കുകയും ശരിക്കും കരുണാരേഖയുടെ സിംബൽസ് ഉപയോഗിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ കരുണാരേഖയുടെ സിംബൽസിന് പകരം നമ്മൾ ചെയ്യുന്ന ചക്ര ബ്ലോക്കേജ് റിമൂവ് ചെയ്യാണ്. അതിന്റെ തുടക്കം എന്ന നിലയ്ക്കാണെങ്കിൽ ത്രാടക ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറയാൻ കാരണം, ത്രാടക പ്രാക്ടീസ് പറഞ്ഞാൽ ആജ്ഞാചക്രയെ അവേക്കനിങ് ചെയ്യുന്നതാണ്. ആജ്ഞാചക്രയാണ് ഇതിന്റെ എല്ലാ ചക്രയുടെയും കൺട്രോളിങ് ഏരിയ. അപ്പം നമ്മളിൽ ലോവർ ചക്രാസ് ഉണ്ട്. ലോവർ ചക്രാസ് ഭൗതികാംശമാണ്, അപ്പർ ചക്രാസ് ദൈവികാംശമാണ്, മിഡിൽ ചക്ര മാനുഷികാംശം. ഇത് മൂന്നും സമന്വയിച്ച് പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ എവേക്കൻ ചെയ്യുള്ളൂ. അപ്പോൾ അപ്പർ ചക്രാസും ലോവർ ചക്രാസും ബാലൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അതേപോലെ നമുക്ക് എല്ലാ ജീവികളെയും ഒരു ഡിവൈൻ പ്ലാനിലൂടെ, ഒരു ഡിവൈൻ ഐയിൽ ഒന്ന്, ഒരു ദൈവികമായ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നു. നമ്മളിൽ ആ ഒരു ആന്തരിക ജ്ഞാനം നമ്മുടെ ആജ്ഞാചക്ര അവേക്കൻ ചെയ്യുകയും നമുക്കൊരു ഉൾവെളിച്ചം കിട്ടുമ്പോൾ, നമ്മുടെ ഷേഡോസ് നമ്മൾ തന്നെ ഹീൽ ചെയ്യുമ്പോൾ
നമുക്ക് മറ്റൊരാളുടെ കമ്പാഷനാണ് തോന്നുന്നത്. അതേപ്പറ്റി വിശദമായിട്ട് നമുക്ക് സെഷൻസ് കൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഡിവൈൻ പ്ലാനിലെ ട്രസ്റ്റ്, നമുക്ക് ദൈവികമായിട്ടുള്ള ഈ പ്രപഞ്ചം ശരിയായിട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഡിവൈൻ പ്ലാനിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആവേണ്ട ഒരു കാര്യവും ഇല്ല, അല്ലേ? ഒരു ബസ് കയറി ഒരാളോട് ഇങ്ങനെ കുറച്ച് പ്രായ ഒരാള് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് സീറ്റ് ഉണ്ട് 200 കയറണവരെന്ന് പറഞ്ഞു. ഓ, അങ്ങനെ എനിക്ക് വീട്ടിൽ പോയിട്ട് തിരക്കുണ്ട്, ഇരിക്കാനും സമയമില്ല എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ബസ്സിൽ അയാൾക്ക് സുഖമായിട്ട് ഇരിക്കാം, പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടാണ് വർക്ക്. അതിന് ഇപ്പോഴേ അയാൾ ആങ്ഷ്യസ് ആവേണ്ട കാര്യമില്ല. ബസ് അയാളെ യഥാർത്ഥമായ സ്ഥാനത്ത്. അതുപോലെ ഈ ഡിവൈൻ പ്ലാന് നമ്മളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോയി നമ്മൾ ഓവർ ആങ്ഷ്യസ് ആവേണ്ട ആവശ്യമില്ല. ഡിവൈൻ പ്ലാനിനെ തിരിച്ചറിയുമ്പോൾ, നമ്മളെക്കാട്ട് ഉയർന്ന കോൺഷ്യസ്നെസ് ഉള്ള പ്രാപഞ്ചിക ബുദ്ധി ശക്തിയെ പറ്റി തിരിച്ചറിയുമ്പോൾ, അതിന്റെ പ്ലാനിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളുടെ ആങ്സൈറ്റി ഒക്കെ കുറയും. Where there is trust, there is no fear. നമ്മൾ ആരെല്ലാം വിശ്വസിക്കുക? നമുക്ക് വിശ്വാസമില്ല. പ്രാപഞ്ചിക പദ്ധതി സംഭവം ഉണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മൾ ആകെ ജീവിക്കുന്ന കുട്ടിക്കാലത്ത് നമ്മൾ കയറിയുള്ള കുറെ ഫിയറിലും കുറെ ആസക്തികളിലും കുറെ ഈഗോകളിലും നേരത്തെ പറഞ്ഞ പഞ്ചക്ലേശങ്ങളും നമ്മളെ കുടുക്കിയിരിക്കുക. പകരം അത് മാറി ഡിവൈൻ പ്ലാനിനെ പറ്റി നമ്മൾ തിരിച്ചറിയും. ഇതെല്ലാം ഡിസോൾവ് ആയിപ്പോകുന്നു. ഡിവൈൻ പ്ലാനിനെ പറ്റിയുള്ള അറിവ്. അപ്പൊ അതിൽ ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫിയർ ഉണ്ടാവും. വേർ ദർ ഈസ് ട്രസ്റ്റ്, ദർ ഈസ് നോ ഫിയർ. വേർ ദർ ഈസ് നോ ഫിയർ, ദർ ഈസ് പീസ്. എവിടെയാണോ ട്രസ്റ്റ് ഉള്ളത് അവിടെ ഫിയർ ഉണ്ടാവും. എവിടെയാണോ ഫിയർ ഇല്ലാത്തത് അവിടെ ശാന്തി ഉണ്ടാവും. എവിടെയാണോ ശാന്തി ഉള്ളത് അവിടെ ഇവല്യൂഷൻ ഉണ്ടാവും, എക്സ്പാൻഷൻ ഉണ്ടാവും. ദൈവികത അറിയാൻ പറയണമെങ്കിൽ ആദ്യം പറയുന്നത് പീസാണ്. അൾട്ടിമേറ്റ് എയിം, നമ്മുടെ ലൈഫിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അച്ചീവ് ദ പീസ് ഓഫ് മൈൻഡ് ആണ്. പീസ് ഓഫ് മൈൻഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പീസ് ഓഫ് മൈൻഡ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇലൂഷൻസ്, മൈൻഡിന്റെ ഇലൂഷൻസ്, ആൻസൈറ്റികൾ എല്ലാം നമ്മൾ മറക്കണം, ഡിസോൾവ് ചെയ്യണം. ശരിയായ ഇന്നർ ഐ നമുക്ക് ഓപ്പൺ ചെയ്യണം. ഡിവൈൻ പ്ലാനിനെ കാണാനുള്ള കഴിവ് വേണം. നമ്മൾ വളരെ ശക്തനായുള്ള ഒരു എഞ്ചിനുള്ള വിമാനത്തിലാണ് ഇരിക്കുന്നത്. വിമാനം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എത്രയോ ആളുകൾ നിരന്തരം ഡെയിലി കൊണ്ടുപോയി വിമാനത്തിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ പൈലറ്റ് എത്രയോ കാലം പ്രാക്ടീസ് ചെയ്ത് എത്രയോ വിമാനം അപകടരഹിതമായിട്ട് പറത്തിയ ആളാണ് എന്നുള്ള വിശ്വാസം, ആ വിമാനത്തിന്റെ എഞ്ചിൻ്റെ ഒക്കെയുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പോൾ വിമാനത്തിൽ നമുക്ക് പേടി ഉണ്ടാവില്ല. മറ്റൊരു ഓരോ നിമിഷവും ഇത് എപ്പോഴാണ് താഴെ വീഴുക എന്നുള്ള പേടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. We don't have enough trust to divine plan. ആ ഡിവൈൻ പ്ലാനിനെ മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു വാഹനമാണ്. ആ വാഹനത്തിന്റെ എൻജിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. സോളാണ് നമ്മുടെ എൻജിൻ. ആ എൻജിൻ എത്ര CC ആണെന്ന് നമുക്കറിയില്ല. എത്ര CC ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രമാത്രം യാത്രയ്ക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ പറ്റില്ല. വിമാനം ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിതയാത്ര നിർണ്ണയിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സോൾ ടൈപ്പ് മനസ്സിലായി. ഏത് സോൾ ടൈപ്പാണ് അത് നമുക്കറിയില്ല. കാരണം നമ്മുടെ സോൾ ടൈപ്പിനനുസരിച്ചിട്ടല്ല നമ്മുടെ മനസ്സ് കിടക്കുന്നത്. മനസ്സ് കുട്ടിക്കാലത്തുള്ള ചില പ്രോഗ്രാമിങ്ങൾ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോളിന്റെ തലം എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ സോൾ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ബ്ലൂ പ്രിന്റ് ഓഫ് അവർ സോൾ. എന്തെല്ലാം കാര്യങ്ങൾ, എത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നിയുക്തരായിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ സോൾ ടൈപ്പ് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. നമുക്കുണ്ടാവാൻ നമ്മൾ ഇതിലെ വിസ്റ്റം ശരിയായിട്ട് ഉപയോഗിക്കുകയാണ്, ഇതിന്റെ പ്രോസസ്സും വിസ്റ്റവും ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിൽ വളർന്നു വരേണ്ട ആന്തരികതയിലുള്ള മാറ്റം അതാണ്.